ചിലപ്പോൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് അവർ കണ്ടിട്ട് ഇപ്പോൾ കീഴെ ഇറങ്ങും. ഒരു 5 നിമിഷം നിൽക്കാൻ ചൊല്ലി. ഇപ്പോൾ ഞാൻ അങ്കൊല്ല വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 നിമിഷം വന്നിട്ട് നീ കീഴെ ഇറങ്ങാൻ ചൊല്ലി. അവർ MLA DC ഒരു കളക്ടർ പറഞ്ഞുണ്ട് ഇപ്പോൾ ഇറങ്ങണം. അതെ, അവർ ഒരു ഫോണാക്കി ഇപ്പോൾ ഒരു 5 നിമിഷം അടുത്ത അങ്കൊല്ല ഉണ്ടെന്ന്. ചിലപ്പോൾ ഇപ്പോൾ അവർ വെറുതെ വന്നിട്ട് കീഴെ ഇറങ്ങുന്നു. രാവിലെ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥ ഉണ്ടായിരുന്നു, അത് മഴ പെയ്യാൻ അങ്ങനെ തന്നെ ഉണ്ട്. ചിലപ്പോൾ ഇപ്പോൾ വെയിൽ വന്ന ഇപ്പോൾ നല്ലതാവും. അതിനിപ്പോൾ വേഗം തുടങ്ങിയോ നല്ലത്. ആദ്യം ഞങ്ങളിപ്പോൾ വയലിൻ്റെ ബസ് കൊഞ്ചം കാണുന്നുണ്ട്. അവിടെ തന്നെ കീഴെ പോയിട്ട് നോക്കും ഒരു വണ്ടി. പിന്നെ ഈ സൈഡ് പിന്നെ നെക്സ്റ്റ് നോക്കും. അവിടെ വയലിൻ്റെ ബസ് എവിടെ കാണും അവിടെ തന്നെ കീഴെ പോയിട്ട് ആ സ്ഥലം നോക്കും. കൊഞ്ചമായിട്ട് കാണാനുണ്ട്. അവർ ചൊല്ലിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ ഒരു സമയം നിൽക്കാനാവില്ല. എന്നാ പറഞ്ഞാൽ വെള്ളം കൂടിയിരിക്കും. പിന്നെ വെള്ളം വലി ഒരുപാടാവും. മഴ വന്ന ബുദ്ധിമുട്ട് ഇപ്പോൾ നിന്നലെ നമ്മൾ MLA സാർ അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവർ DC ഇപ്പോൾ ഫോണാക്കിയെന്ന് പോലീസുകാർക്ക് ഇപ്പോൾ അവർ 5 നിമിഷം ഇത് വന്നിട്ട് പിന്നെ ഇറങ്ങാൻ ചൊല്ലി. അവർ 10 മണി ചൊല്ലി. അതിന് ഞങ്ങൾ വേഗം ചെയ്യുന്ന നല്ലത്. മറ്റ് സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? നമ്മൾ റെഡിയുണ്ട്. ഇപ്പോൾ കൂടുതൽ മറ്റ് സംവിധാനങ്ങളുണ്ട്. ഇവിടുത്തെ ഒഫീഷ്യൽ സംവിധാനങ്ങൾ കൂടെ ഉണ്ട്. SDRF ഇവിടെ തന്നെ ഉണ്ട്. അവരുടെ ഇപ്പോൾ ഞാൻ കേട്ട് അവരുടെ സ്കൂബ ഡൈവിംഗ് ഒന്നുമില്ലേ, മേലെ ഒരു തിരക്കിക്കൊണ്ടിരിക്കും. ഡൈവില്ല, സപ്പോർട്ട് മാത്രമേ ഉണ്ടാവും. അതിനിപ്പോൾ വേറെ ഇപ്പോൾ അവർ വന്നിട്ട് ഒരുമിച്ച് ചെയ്യാന്ന് ചൊല്ലി. അവർ ചെയ്യും. ഇപ്പോൾ കളക്ടർ പറഞ്ഞു. ഇപ്പോൾ 5 നിമിഷം പോലെ ഇറങ്ങി. ഇപ്പോൾ 5 നിമിഷത്തിൽ വരുമെന്ന് ചൊല്ലി വരും. ശരി, 5 മിനിറ്റ് മോത്തി 5 മിനിറ്റിനകം തന്നെ ഇവിടെ ഉത്തര കന്നഡ ജില്ലാ കളക്ടർ എത്തിച്ചേരും. അതിനുശേഷം മാത്രം മതി ഡൈവിംഗ് എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന്, ഈശ്വർ മാൽപ്പയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മുൻ ദിവസങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കാണാതിരുന്ന മുന്നേറ്റം ഒരു പക്ഷേ ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ, ഈ ദൗത്യത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ള സാധ്യത കൂടി ഇപ്പോൾ ഇവിടെ വരികയാണ്. കാരണം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടെ ജില്ലാ കളക്ടർ അടക്കം, ഡെപ്യൂട്ടി കളക്ടർ അടക്കം, SP അടക്കം ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു കേന്ദ്രീകൃത സംവിധാനമായിരിക്കാം ഒരു പക്ഷേ ഇവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ തിരച്ചിലിൻ്റെ വേഗത കൂടും. മറ്റൊരു കാര്യം കൂടിയുണ്ട്, SDRF സംഘം നിലവിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരാരും തന്നെ ഇത്തരത്തിലൊരു ഡൈവിംഗ് വിദഗ്ധരായിട്ടുള്ള ആളുകളെ ഒന്നും തന്നെ ഇവിടെ എത്തിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈശ്വർ മാൽപ്പയ്ക്കും NDRF സംഘത്തിനും ഒരു ബാക്കപ്പ് പ്ലാൻ നൽകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അവരെത്തിയിട്ടുള്ളത്. അവർ ചിലപ്പോൾ അവർ ആ മണൽക്കൂനയ്ക്ക് മുകളിലെത്തിക്കൊണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ കരയിൽ നിന്നുകൊണ്ടായിരിക്കും അവർക്ക് ഇത്തരത്തിൽ ഡൈവർമാർക്ക് സഹായകമാവുന്ന തരത്തിലുള്ള പിന്തുണയുമായി രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി മാറുക. മോത്തി സാരംഗ്, ശരിയാണ്. കുറച്ച് കൂടുതൽ അധികൃതരൊക്കെ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞതുപോലെ കേന്ദ്രീകൃതമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. നമ്മുടെ പ്രേക്ഷകരിൽ പലരും പറയുന്നുണ്ട്, ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം അന്വേഷിക്കുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ എന്തെങ്കിലും അറിയാൻ സാധിക്കുമെന്ന് കരുതരുത്, കുറച്ച് ദിവസങ്ങൾ വേണ്ടി വന്നേക്കാം. ശരിയാണ്, പ്രേക്ഷകർ പറയുന്നതിനോട് യോജിക്കുന്നു. കുറച്ച് ദിവസങ്ങൾ വേണ്ടി വന്നേക്കാം. കാരണം അന്നത്തെ കാലാവസ്ഥയിൽ നിന്നും ഏറെ മാറിയിട്ടുണ്ട് ഇന്ന് ഷിരൂരിൽ കാലാവസ്ഥ. പുഴയുടെ സ്വഭാവം മാറിയിട്ടുണ്ട്. പുഴ വളരെ ശാന്തമായിട്ടുണ്ട്, അല്പം തെളിഞ്ഞിട്ടുണ്ട്. കാഴ്ച പരിധി കുറച്ചുകൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ തെരച്ചിലിന് അത് സഹായകമാകുമെന്ന് കരുതാം. ജില്ലാ കളക്ടർ എത്തിയ ശേഷം മാത്രം തെരച്ചിലിന് വേണ്ടി പുഴയിൽ മുങ്ങൽ വിദഗ്ധർ ഇറങ്ങിയാൽ മതി എന്നൊരു നിർദ്ദേശമാണ് അവർക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത് എന്നാണ് ഈശ്വർ മാൽപ്പെ പറയുന്നത്. അവരതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. സാരംഗ്, എപ്പോഴേക്ക് ജില്ലാ കളക്ടർ എത്തുമായിരിക്കും? അവിടെ നിന്ന് ആ തരത്തിലുള്ള അറിയിപ്പ് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? മോത്തി, നിലവിലിപ്പോൾ ഉത്തര കന്നഡ ജില്ലാ കളക്ടർ അങ്കോള ടൗണിൽ എത്തി എന്നുള്ള വിവരമാണ് ഈശ്വർ മാൽപ്പയ്ക്ക് നൽകിയത്. അതുകൊണ്ടാണ് 5 മിനിറ്റിനകം തന്നെ ഈ ഷിരൂരിലെ സംഭവ സ്ഥലത്തേക്ക്, അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ തനിക്ക് സാധിക്കുമെന്നുള്ള ഉറപ്പ് കൂടി കളക്ടർ ഈശ്വർ മാൽപ്പയ്ക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ കേവലം നിമിഷങ്ങൾക്കകം തന്നെ കളക്ടർ ഇവിടെ എത്തും. കളക്ടറുടെ പ്രതികരണം കൂടി നമ്മൾക്ക് ലഭ്യമാക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾക്ക് നൽകാനുള്ളത്. കാരണം ഇന്നലെയൊക്കെ തന്നെ മാധ്യമങ്ങളോടൊക്കെ തന്നെ സംസാരിക്കുന്നതിൽ കളക്ടർ വലിയൊരു വിമുഖത പാലിച്ചിരുന്നു. പലപ്പോഴും നമ്മുടെയൊക്കെ ഫോൺ കോളുകൾ എടുക്കാതിരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അതേസമയം അർജുൻ്റെ സഹോദരിയായ അഞ്ജുവിനോട് സംസാരിക്കുന്ന, മെസ്സേജ് അയക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. അവരോടൊക്കെ തന്നെ പേടിക്കേണ്ടതില്ല, ജില്ലാ ഭരണകൂടം നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ളൊരു ഉറപ്പ് എപ്പോഴും പലപ്പോഴും നൽകാനായി അവർ ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതായുണ്ട്. മാത്രമല്ല ഇന്ന് തന്നെ ആദ്യം നേവി അടക്കമുള്ള സംവിധാനങ്ങളെ ഇറക്കിക്കൊണ്ടായിരിക്കും ഒരു കേന്ദ്രീകൃത സംവിധാനം ഇവിടെ ഇന്ന് തിരച്ചിലിനിറങ്ങും എന്നുള്ള ഉറപ്പ് ആദ്യമായി കിട്ടുന്നത് അർജുൻ്റെ സഹോദരിയായ അഞ്ജുവിനാണ്. ആ ഉറപ്പ് കിട്ടുന്നത് ഉത്തര കന്നഡ ജില്ലാ കളക്ടറിൽ നിന്നാണ്. അപ്പോൾ ആ ഉറപ്പ് പാലിക്കപ്പെടും എന്നുള്ള
നിലവിലുള്ള സാഹചര്യമാണ് ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നലത്തെ കാലാവസ്ഥയിൽ നിന്നൊക്കെ തന്നെ ചെറിയ തോതിലുള്ള ഒരു വ്യത്യാസം ഇവിടെയുണ്ട്. ചെറിയ തോതിൽ ആകാശമൊക്കെ ഒന്ന് മൂടിക്കൊട്ടി വരുന്നുണ്ട്. പക്ഷേ ഈശ്വർ മാൽപ്പെ പറയുന്നത് എന്നിരുന്നാലും ഇവിടെ കൃത്യമായി പുഴയിലിറങ്ങി പരിശോധന നടത്തുന്നതിന് അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണ്. പുഴയുടെ ജലനിരപ്പ് നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കളക്ടർ എത്തുന്നു, എത്രയും പെട്ടെന്ന് തന്നെ മിഷൻ ആരംഭം കുറിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഈശ്വർ മാൽപ്പെ സംഘം ഇവിടെ ഇപ്പോൾ സർവ്വസജ്ജരായിരിക്കുന്നത്. മോത്തി.